ശബരിമലയുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. ജീവനക്കാരുടെ പണമിടപാടുകളിലാണ് ദേവസ്വം വിജിലൻസിനോട് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. അതേസമയം തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം നൽകി. എന്നാൽ ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ KS ബൈജുവിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമെന്ന SIT റിപ്പോർട്ടിലാണ് അന്വേഷണ ഉത്തരവ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷത്തിലധികം രൂപ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നെന്നാണ് കണ്ടെത്തൽ. മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കണമെന്നും 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ദേവസ്വം വിജിലൻസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ 5 മാസത്തിനിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് 5ാമത്തെ അന്വേഷണമാണിത്. ഇതിനിടെ കട്ടിളപ്പാളി കേസിൽ കസ്റ്റഡി കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് KS ബൈജുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക പാളിക്കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ ജയിലിൽ തുടരേണ്ടിവരും. സ്വർണ്ണക്കൊള്ളയിൽ ED നടപടിയും ശക്തമാക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാവശ്യപ്പെട്ട മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിന് സമൻസ് അയച്ചു. ഇന്നലെ ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിനെയും ചോദ്യം ചെയ്യും. കൊല്ലം ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.